ഹായ് a warm greetings to all. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് MEG07 ആയിട്ടുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. ആൻഡ് ദ ഫസ്റ്റ് ബ്ലോക്ക് നോൺ ഫ്രിക്ഷണൽ പ്രോസ് ആണ്. എ സർവേ ആണ് നമ്മൾ അതിലെ ഫസ്റ്റ് യൂണിറ്റ് എ സർവേ ആണ് നമ്മൾ നോക്കാൻ പോണത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇന്ത്യൻ പ്രോസ് റൈറ്റേഴ്സ് ആരൊക്കെയാണ്, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പ്രോസ് എങ്ങനെയാണ്, ഫോംസ് ആൻഡ് വെറൈറ്റീസ് ഓഫ് പ്രോസ്, ഇതൊക്കെയാണ് ഈ കംപ്ലീറ്റ് ബ്ലോക്കിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോണത്. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ ടോപ്പിക്. ഫസ്റ്റ് ടോപ്പിക്കായിട്ട് ഇതിൽ വരുന്നത് ഇന്ത്യൻ പ്രോസ് റൈറ്റേഴ്സ് ആണ്. സോ വി ക്യാൻ ഗോ ബൈ ദാറ്റ്. ഇംഗ്ലീഷ് വാസ് ലേൺഡ് ഫോർ ദ പേർപ്പസ് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ഇംഗ്ലീഷ് മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ വിചാരിക്കുന്നത് ട്രേഡും കൊമേഴ്സിന് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് അവിടെ ഫോമിലേക്ക് വരുന്നത്. അതിന് മുന്നേ തന്നെ ഉണ്ട് ലൈക്ക് ലെറ്റേഴ്സ്, സ്പീച്ച്, പ്രോസ് റൈറ്റിങ്സ് ഇപ്പോൾ പബ്ലിഷ്ഡ് ഇൻ ദ ഏർലിയർ സ്റ്റേജസ്. ഇതൊക്കെ ഓൾറെഡി ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് ലെറ്റേഴ്സ് ഉണ്ട്, പബ്ലിക് സ്പീച്ചസ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. ലൈക്ക് വിവേകാനന്ദ, തിലക്, ഇവരൊക്കെ നോൺ പബ്ലിക് സ്പീക്കേഴ്സാണ്. ഇതൊക്കെ ഓൾറെഡി ഉണ്ട്. പക്ഷേ നമ്മുടെ ലിറ്ററേച്ചർ ഫോമിലേക്ക് ഒരു പഠനം എന്ന് വരുന്ന രീതിയിൽ ഇംഗ്ലീഷ് വരുന്നത് ട്രേഡും കൊമേഴ്സിനും വേണ്ടിയിട്ടായിരുന്നു. ഫസ്റ്റ് ഇന്ത്യൻ ഓതർ ഇൻ ഇംഗ്ലീഷ് ഈസ് ഡീൻ മുഹമ്മദ്. ഹിസ് ഫസ്റ്റ് മെമ്മോയർ ദ ട്രാവൽ ഓഫ് ഡീൻ മുഹമ്മദ്. അതായത് ഫസ്റ്റായിട്ടുള്ള ഇന്ത്യൻ ആയിട്ടുള്ള ഒരാൾ ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്യുന്ന ഫസ്റ്റ് ഓതർ വരുന്നത് ഡീൻ മുഹമ്മദാണ്. അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു ട്രാവൽ മെമ്മോയറാണ്. അതായത് അവർ യാത്രാക്കുറിപ്പാണ് അവർ ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഇൻ പട്ന ഇൻ ബംഗാൾ. ആൻഡ് ഇവർ മെയിനായിട്ട് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കുറേ ഇന്ത്യൻ ആയിട്ടുള്ള ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു ചാൻസ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഹി ട്രാവൽ ടു ദ വേൾഡ് ആൻഡ് മെയ്ഡ് ദ ട്രാവലോഗ്, ഒരു മെമ്മോയർ അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. Through several parts of India while a service of Honorable the East Indian Company. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലൈക്ക് ലെറ്റേഴ്സും സ്പീച്ചൊക്കെ ഏർലി സ്റ്റേജസിലുണ്ട്. അപ്പം നമ്മുടെ ദീൻ മുഹമ്മദിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള, അതായത് ഈ മെമ്മോയർ പബ്ലിഷ് ചെയ്യാൻ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് അഡിസനും സ്മോളറ്റുമായിരുന്നു. അവരുടെ അക്കൗണ്ട് ഓഫ് ട്രാവലാണ് ഇവരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിൽ ഇനിയൊരു പ്രത്യേകത വരുന്നത് ഇവരുടെ മെമ്മോയർ വരുന്നത് എപ്പിസ്റ്റോളറി ഫോമിലാണ്, അതായത് 38 ലെറ്റേഴ്സിലാണ്. അതായത് വെറുതെ ഒരു കഥ പറഞ്ഞു പോവുകയല്ല, അതിന് പകരമായിട്ട് 38 ലെറ്റേഴ്സ് വെച്ചിട്ട് ഒരു നറേറ്റീവായിട്ടാണ് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് പേഴ്സൺ നറേറ്റീവായിട്ടാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ബിഗിൻസ് വിത്ത് ഡിയർ സർ. കൂടാതെ ഇന്ത്യൻ്റെ യാത്രയാണ്, ഇന്ത്യയിലൂടെയുള്ള ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ ഇതിൽ മെയിനായിട്ട് പറയുന്നത് ബ്യൂട്ടി ഓഫ് ഇന്ത്യൻ്റെ ഓരോ ഭംഗിയും നേച്ചറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നൊബിലിറ്റി ഓഫ് ദി പീപ്പിൾ, അവിടെയുള്ള പീപ്പിൾ എങ്ങനെയാണ്, അവരുടെ ഡ്രസ്സിങ് എങ്ങനെയാണ്, അവരുടെ വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരു മെമ്മോയറിൽ മെയിനായിട്ട് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണതാണ് രാജാറാം മോഹൻ റായ് എസ്സേ എ ഡിഫെൻസ് ഓഫ് ഹിന്ദുയിസം. ബട്ട് ഇത് ശരിക്കും പറയുമ്പോൾ ഇതാണ് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് പ്രോസ് റൈറ്റിംഗ്, അതായത് ഇൻ ഇംഗ്ലീഷ്. ഇതാണ് ഫസ്റ്റ് പ്രോസ് റൈറ്റിംഗ്. അതായത് എ ഡിഫെൻസ് ഓഫ് ഹിന്ദുയിസം ഇസ് ദ ഫസ്റ്റ് ഒറിജിനൽ പബ്ലിക്കേഷൻ ഇൻ പ്രോസ് ഇൻ ഇന്ത്യ റിട്ടൺ ഇൻ ഇംഗ്ലീഷ്. ആസ് വി ഓൾറെഡി നോ, രാജാറാം മോഹൻ റായ് ഒരു പോളിമാത്താണ്. അതായത് ഏത് ലാംഗ്വേജും, എത്ര ലാംഗ്വേജ് വേണമെങ്കിലും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ് നമ്മൾ പോളിമാത്ത് എന്ന് പറയുന്നത്. ഹി റോട്ട് ഇൻ ബംഗാളി, പേർഷ്യൻ, സാൻസ്ക്രിറ്റ് അലോങ് വിത്ത് ഇംഗ്ലീഷ്. അതായത് ഈ എല്ലാ ലാംഗ്വേജിലും എഴുതാനൊക്കെ രാജാറാം മോഹൻ റായ്ക്ക് കഴിയുമായിരുന്നു. ആൻഡ് ഓൾസോ വി നോ രാജാറാം മോഹൻ റായ് കുറേ സോഷ്യലായിട്ട് വരുന്ന ഇഷ്യൂസിന് വേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണെന്ന്. അതിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത് ഹി സ്റ്റാൻഡപ്പ് ഫോർ ദ സതി, അതായത് വുമൻ റൈറ്റ്സിന് വേണ്ടിയിട്ട് സ്റ്റാൻഡപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ്. സതീൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ മെയിനായിട്ട് ഇതിൽ പറയുന്നത് വുമൻ റൈറ്റ്സ് ആണ്. അപ്പോൾ സെക്കൻഡ് വൺ ഇതിൽ വരുന്നത് പ്രാക്ടീസ് ഓഫ് ബേണിങ് വിഡോസ് അലൈവ്, അതായത് ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞിട്ടുള്ള വൈഫിനെയാണ് നമ്മൾ വിഡോ എന്ന് പറയുന്നത്. ഇവരെ ജീവനോടുകൂടി കത്തിക്കുന്ന ഒരു കസ്റ്റം ഓൾറെഡി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഒരു ആവശ്യപ്പെട്ടുകൊണ്ട് ലോർഡ് വില്യം ബെൻട്രിക്കിന് വേണ്ടിയിട്ട് ഒരു ആർട്ടിക്കിൾ നമ്മുടെ രാജാറാം മോഹൻ റായ് എഴുതിയിട്ടുണ്ട്. സോ ഇതിലൊക്കെ വുമൻസിൻ്റെ റൈറ്റ്സിനും സേഫ്റ്റിക്കും വേണ്ടിയിട്ട് സ്റ്റാൻഡപ്പ് ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ് രാജാറാം മോഹൻ റായ് വരുന്നത്. ആൻഡ് ഓൾസോ ഹിന്ദു കോളേജിൻ്റെ ഒരു
നോൺ ഫൗണ്ടർ തന്നെയായിരുന്നു രാജാറാം മോഹൻ റോയ്. ആസ് വി ഓൾറെഡി സെഡ്, ഹീ ഈസ് എ പോളിമാത്ത്, അതായത് ലാംഗ്വേജസിൽ എല്ലാ ലാംഗ്വേജസും ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അപ്പം ഇന്ത്യനെ കുറച്ചും കൂടി മോഡേണൈസ് ചെയ്യിക്കണമെന്ന് രാജാറാം മോഹൻ റോയ്ക്ക് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് മോഡേണൈസ് ചെയ്യിപ്പിക്കുക എങ്ങനെയാണെന്നുള്ളത് ആലോചിക്കുമ്പോഴാണ് ഹി നോട്ടഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ്. അതായത് ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയുകയാണെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് റിയലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഹിന്ദു കോളേജിലാണ് ഫസ്റ്റായിട്ട് ഇംഗ്ലീഷ് ഇന്ത്യൻ സ്റ്റുഡൻസിന് പഠിപ്പിക്കണമെന്ന് നിർബന്ധം കൊണ്ടുവരുത്തുന്നത്. അതേപോലെ ഹി യൂസ്ഡ്, അതായത് രാജാറാം മോഹൻ റോയ് മെയിനായിട്ട് ഇംഗ്ലീഷ് പ്രോസ് യൂസ് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ സോഷ്യലും പൊളിറ്റിക്കലുമായിട്ടുള്ള റിഫോംസ് പ്രൊമോട്ട് ചെയ്യാനാണ്. ഹി വാണ്ടഡ് ഇന്ത്യ ടു ബി എ ഗുഡ് വൺ, ലൈക്ക് ഹി വാണ്ടഡ് ഇറ്റ് ടു ബി മോഡേണൈസ്ഡ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആൻഡ് ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ബംഗാളി നോവൽ. ആൻഡ് അതേപോലെ മൂപ്പർ പബ്ലിഷ് ചെയ്തിട്ടുള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു നോവലാണ് രാജ്മോഹൻസ് വൈഫ്. ഇതാണ് ഇന്ത്യയിലെ ഫസ്റ്റ് നോവൽ ഇൻ ഇംഗ്ലീഷ്. ഇന്ത്യൻ്റെ ഫസ്റ്റ് നോവൽ വാസ് രാജ്മോഹൻസ് വൈഫ്. ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇനിയും അടുത്ത ആളാണ് രമേശ് ചന്ദ്ര ഭട്ട്. ഇറ്റ് ഈസ് എ ട്രാൻസ്ലേഷൻ ഓഫ് രാമായണ ആൻഡ് മഹാഭാരത ചെയ്തിട്ടുള്ള ആളാണ്. ആസ് വി നോ, ഇറ്റ് വാസ് റിട്ടൺ ഇൻ സാൻസ്ക്രിറ്റിൽ എഴുതിയിട്ടുള്ളത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആളാണ് രമേശ് ചന്ദ്ര ഭട്ട്. അതേപോലെ നോവൽസ് ആയിട്ടുള്ള ദ ലേക്ക് ഓഫ് പാംസ് ആൻഡ് ദ സ്ലേവ് ഗേൾ ഓഫ് ആഗ്ര, ഇതും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ഇറ്റ് വാസ് റിട്ടൺ ഇൻ ബംഗാളി. ആൻഡ് ഓൾസോ ഹി ഹാഡ് പബ്ലിക്കേഷൻസ് ലൈക്ക് 3 years in Europe. അതേപോലെ ഒരു ലിറ്റററി ഹിസ്റ്ററി ഇതിനെക്കുറിച്ച് പറയുന്നത്, അതായത് ലിറ്റററി ഹിസ്റ്ററിനെ കുറിച്ച് പറയുന്ന നോവലാണ് ദ ലിറ്ററേച്ചർ ഓഫ് ബംഗാൾ. അത് ലിറ്റററി ഹിസ്റ്ററിനെ കുറിച്ചാണ് അതിൽ മെയിനായിട്ട് പറയുന്നത്. ആൻഡ് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ള ആളാണ് സ്വാമി വിവേകാനന്ദ. ആൻഡ് വി ഓൾ നോ ഹി ഈസ് എ വെൽ നോൺ ഫിഗർ. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഫിഗർ തന്നെയാണ് സ്വാമി വിവേകാനന്ദ എന്ന് പറയുന്നത്. ആൻഡ് ഹി ഈസ് ദ ഫൗണ്ടർ ഓഫ് രാമകൃഷ്ണ മിഷൻ. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി വരുന്നത് മൂപ്പര് ഗുരുവായിട്ടുള്ള രാമകൃഷ്ണനോടുള്ളൊരു ആദരവായിട്ടാണ് രാമകൃഷ്ണ മിഷൻ എന്നുള്ളൊരു കാര്യം സ്വാമി വിവേകാനന്ദ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ വർക്ക്സ് മെയിനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വർക്ക്സ് വരുന്നത് സ്പിരിച്വലായിട്ടുള്ളത് ഇന്ത്യയും, അതായത് ഗ്രേറ്റ്നെസ് ഓഫ് ഹിന്ദുയിസം, കോസ് ആൻഡ് ക്യൂർ ഓഫ് ഡീഗ്രഡേഷൻ ഓഫ് ഇന്ത്യ, ഇങ്ങനത്തെ കാര്യങ്ങൾ. അതായത് കൂടുതലും സ്വാമി വിവേകാനന്ദ ഭയങ്കര ഒരു ഇമാജിനറി റൈറ്റർ അല്ലായിരുന്നു, ഭയങ്കര ഇമാജിനറി സെൻസുള്ള ആളല്ലായിരുന്നു. ബട്ട് മെയിനായിട്ട് സ്വാമി വിവേകാനന്ദ എഴുതുന്നത് റൈറ്റിങ്സ് വരുന്നത് ഡേ ടു ഡേ ലൈഫിനെ കുറിച്ചാണ്. ഇപ്പം ഇഫ് ഹീ സോ സംതിങ്, ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഒരു ഇമേജ് കാണുകയാണെങ്കിൽ അതിനെക്കുറിച്ചാണ്, അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഹിസ് റൈറ്റിംഗ് ബിലോങ്സ് ടു. ഓക്കെ, മെയിനായിട്ട് ഇന്ത്യനെ ഒരു പോപ്പുലറായിട്ട്, ഇന്ത്യനെ ഒരു നല്ലൊരു പൊസിഷനിൽ കാണണം എന്നൊരു ആഗ്രഹിച്ച ഒരാൾ തന്നെയായിരുന്നു ശ്രീ സ്വാമി വിവേകാനന്ദ. ഓക്കെ, ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൈറ്റർ വരുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ആസ് വി ഓൾ നോ, ദ വെൽ നോൺ ഫിഗർ തന്നെയാണ്. ഹീ ഈസ് എ ബംഗാളി പോയറ്റ്, പ്ലേ റൈറ്റ് ആൻഡ് നോവലിസ്റ്റ്. ടാഗോറിൻ്റെ മെയിൻ ഓട്ടോബയോഗ്രഫി ആയിട്ട് 2 വരുന്നത്, മൈ ബോയ്ഹുഡ് ഡേയ്സ് ആൻഡ് റെമിനൻസ്. ടാഗോറിൻ്റെ വർക്ക് നമ്മൾ മെയിനായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ കൂടുതലും ഉണ്ടായിരുന്നു ലെക്ചർ ഫോമിലാണതും. ഗാന്ധിജിക്കുള്ള ഒരു ലെക്ചർ ഫോമിലാണ് വർക്ക്സ് എല്ലാം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിൽ വെൽ നോൺ ആയിട്ട് പറയപ്പെടുന്നതാണ് സാധന എന്ന് പറയുന്നത്. ഈ ലെക്ചർ എന്തായിരുന്നു വെച്ചാൽ ഇന്ത്യൻ ഫിലോസഫിയാണ്. അറ്റ് ഹാർഡ്വുഡ് യൂണിവേഴ്സിറ്റി അവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളൊരു ഇന്ത്യൻ ഫിലോസഫിയാണ് സാധന എന്ന് പറയുന്നൊരു വർക്ക്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് നാഷണലിസമാണ്. ഇതും ഒരു കളക്ഷൻ ഓഫ് ലെക്ചേഴ്സ് തന്നെയാണ്. മെയിനായിട്ട് ടാഗോർ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്, അവരുടെ വർക്കിൽ വരുന്ന ഇമ്പാക്റ്റ് വരുത്തിച്ചിട്ടുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് നേഷൻ എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ടാഗോറിൻ്റെ വർക്ക്സിൽ നമുക്ക് പറയപ്പെടുന്നത് ഒരു എക്കണോമിക്കൽ എംപവർമെൻറ്റ്, അതായത് വെസ്റ്റേൺ നേഷൻ ഇന്ത്യൻസിൻ്റെ മേളിലെടുക്കുന്ന ഒരു സുപ്രീം പവേഴ്സിനെ, ഒരു എക്സ്ട്രീം പവേഴ്സിനെ എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു ടാഗോറിൻ്റെ വർക്ക് കൂടുതലും വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്ന ഓതറാണ് ശ്രീ അരവിന്ദോ. ഇവരെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും പറയുന്നത് ഇവർ വന്നതിന് ശേഷമാണ് മോഡേൺ ഇന്ത്യൻ ക്രിറ്റിസിസം സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പം ഇവരെ കോളേജ് ഇനാഗ്രേറ്റർ ഓഫ്
മോഡേൺ ഇന്ത്യൻ ക്രിറ്റിസിസം എന്നാണ് പറയുന്നത്. ഇവരുടെ ടെക്സ്റ്റ് കൂടുതലും വരുന്നത് ഫിലോസഫിക്കൽ, റിലീജിയസ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ സബ്ജക്ട്സ് ആയിരുന്നു കൂടുതലും ശ്രീ അരവിന്ദോ ഡീൽ ചെയ്തിട്ടുള്ളത്. അതേപോലെ കുറേ എഴുതിയിട്ടുണ്ട്. ഹി ഹാവ് റോട്ട് പോയമാറ്റിക് ഡ്രാമാസ്, വോള്യൂംസ് ഓഫ് പ്രോസ്, കമ്പാരിങ് എസ്സേസ്, സ്പീച്ചസ്, ട്രാൻസ്ലേഷൻസ്, അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട്. സാൻസ്ക്രിറ്റ്സൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ എസ്സേ, കമ്പാരിങ് എസ്സേസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എസ്സേസ് ഇവർ മൂന്ന് ടൈപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ വരുന്നതാണ് റിലീജിയസ്, സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് ലിറ്റററി ക്രിറ്റിസിസം. അപ്പം ഇതിൽ വരുന്നതാണ് ദ ലൈഫ് ഓഫ് ഡിവൈൻ, ദ സെൻസസ് ഓഫ് യോഗ, ഹെർക്കുലറ്റസ് ആർ ദ ഫേമസ് വർക്ക് ഇൻ റിലീജിയസ് ആൻഡ് സ്പിരിച്വാലിറ്റി. എസ്സേ ഓൺ സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുമ്പം ആര്യായിരുന്നു സോഷ്യൽ ഇഷ്യൂസിൽ വരുന്നത്. ആൻഡ് ദ റിലയൻസസ് ഓഫ് ഇന്ത്യ, ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ പബ്ലിക്കേഷൻ ആർ ദ ബുക്സ് ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇഷ്യൂസ്. ദ ഫ്യൂച്ചർ പോയട്രി ആൻഡ് ദ ലെറ്റർ ഇൻക്ലൂഡഡ് ഇൻ ലിറ്റററി ക്രിറ്റിസിസം. ഇതൊക്കെ ഇവർ മെയിനായിട്ട് വരുന്ന വർക്കാണ്. ദ ഫ്യൂച്ചർ പോയട്രി ആൻഡ് ലെറ്റേഴ്സൊക്കെ ലിറ്റററി ക്രിറ്റിസിസമാണ്. ഇതൊക്കെ ഇവർ മെയിനായിട്ട് വരുന്ന വർക്ക്സാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എസ്സേസ് ഡിവൈഡ് ചെയ്തിട്ട് 3 പാർട്സ് ആയിട്ടാണ്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ആനന്ദ കെ കുമാരസ്വാമി, എം ഹിരിയാന, ഇവരൊക്കെയാണ് അടുത്ത ലിറ്റററി ക്രിറ്റിക്സ് എന്ന് പറയപ്പെടുന്നത്. അതേപോലെ ഇതിൽ പറയുന്നത് അടുത്ത ഏർലി 20th സെഞ്ച്വറിയിൽ ഇന്ത്യൻസ് അടിപൊളിയായിട്ട്, അതായത് നല്ല എഫക്റ്റീവായിട്ട് ഇംഗ്ലീഷ് അവരുടെ പബ്ലിക് സ്പീച്ചിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ പറയുന്ന കുറച്ച് നാഷണലിസ്റ്റ് ലീഡേഴ്സ് ഇതിലുണ്ട്. തിലക്, അതേപോലെ ഗോപാൽ കൃഷ്ണ ഗോവിന്ദ്, അതേപോലെ മഹാദേവ് ഗോവിന്ദ് റാണെ, ഇവരൊക്കെ ഗ്രേറ്റ് ഒറിയേറ്റേഴ്സ് ആയിരുന്നു. പബ്ലിക് സ്പീച്ചിൽ ഇംഗ്ലീഷ് അടിപൊളിയായിട്ട് യൂസ് ചെയ്ത ആൾക്കാരാണ്. അതേപോലെ ഇതിൽ മെയിനായിട്ട് പറയുന്ന ഒരാളാണ് VS ശ്രീനിവാസ ശാസ്ത്രി. ഇവർ മെയിനായിട്ട് പറയാൻ കാരണം ഹി ഈസ് കോൾഡ് ആസ് നോൺ ഫോർ സിൽവർ ടങ്ഡ് ഒറിയേറ്റർ ഓഫ് ദി എംപയർ. സിൽവർ ടങ്ഡ് ഒറിയേറ്റർ ഓഫ് ദി എംപയർ എന്ന് വിശേഷിപ്പിക്കാൻ കാരണമുണ്ട്. ഇന്ത്യൻ ബോണായിട്ട് ഇംഗ്ലീഷ് അത്രയും ഫ്ലുവൻ്റായിട്ടും എഫക്റ്റീവായിട്ടും പബ്ലിക് സ്പീച്ചിൽ യൂസ് ചെയ്ത ഒരാൾ തന്നെയായിരുന്നു VS ശ്രീനിവാസ ശാസ്ത്രി. ഒരു ടൈം പീരീഡ് വരുന്ന 1869 to 1946 ആയിരുന്നു കേട്ടോ. ആൻഡ് ഇവർ കുറേ ബയോഗ്രഫീസ് എഴുതിയിട്ടുണ്ട്. അതിൽ 2 നോൺ ബയോഗ്രഫീസ് ഉണ്ടായിരുന്നു. അടുത്ത് പറയുന്നത് സരോജിനി നായിഡു ആണ്. നമുക്ക് മെയിനായിട്ട് സരോജിനി നായിഡു എന്ന് ക്ലിയർ ആയിട്ട് അറിയുന്ന ഒരാളാണ്. ഷീ ഈസ് നോൺ ഫോർ ഹെർ പോയിട്രി. അതേപോലെ അവരുടെ മാസ്റ്ററി ഓഫ് പ്രോസിന് മാസ്റ്ററി അവർ സ്പീച്ചസിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ഇവർ എങ്ങനെ അറിയപ്പെടുന്നത് വെച്ചാൽ ഗാന്ധിജീൻ്റെ എറയിൽ അറിയപ്പെട്ട ഇന്നൊരു ലീഡർ തന്നെയായിരുന്നു സരോജിനി നായിഡു. പിന്നെ ഉള്ളത് രാജാജി, നല്ല അടിപൊളിയായിട്ടുള്ള സ്പീച്ച് തന്നെയാണ്. സിമ്പിൾ പ്രോസ് വേർഷൻ ഓഫ് രാമായണ ആൻഡ് മഹാഭാരത റിവീൽ ചെയ്ത ആളാണ് രാജാജി വരുന്നത്. ഹി ഈസ് ദ റിവീൽ ഓഫ് മാസ്റ്ററി ഓഫ് ഇംഗ്ലീഷ്. നമ്മൾ എത്ര പറഞ്ഞാലും ഈ എറയിൽ, അതായത് ഈ ടൈമിൽ ഉണ്ടായിരുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ലീഡറും തിങ്കറുമായിട്ടുള്ള വരുന്ന ആൾ ഗാന്ധിജി തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇതെല്ലാവരും വരുന്നത് ആഫ്റ്റർ നെയിംഡ് ഓഫ് ഗാന്ധിജി കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ്. പിന്നെ ഉള്ളത് നെഹ്റു ആണ്. വാസ് എ ഗ്രേറ്റ് റൈറ്റർ ഓഫ് ദി പീരിയഡ്. അതിൽ മോസ്റ്റായിട്ട് വരുന്ന ക്രിറ്റിക്സൊക്കെ അഗ്രി ചെയ്തിട്ടുണ്ട് ദാറ്റ് നെഹ്റുവിൻ്റെ ഓട്ടോബയോഗ്രഫി ആയിരുന്നു ദ ബെസ്റ്റ് വർക്ക് എന്ന്. അതായത് ആ ടൈമിലുണ്ടായിരുന്ന ബെസ്റ്റ് വർക്ക് നെഹ്റുവിൻ്റെ തന്നെയാണെന്നുള്ളത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പ്രോസാണ്. അതായത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എങ്ങനെയാണ് പ്രോസ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്കിനി ഡീൽ ചെയ്യാനുള്ളത്. ഈ ടൈമിൽ പൊളിറ്റിക്കൽ സ്ട്രഗിളൊന്നും ലീഡേഴ്സിന് വലിയ അറ്റൻഷൻ കൊടുത്തിട്ടില്ല. നോ ലോങ്ങർ എൻഗേജ് അറ്റൻഷൻ ഫോർ ദ റൈറ്റേഴ്സ്. കാരണം ഇതിന് മുന്നേ നല്ല സ്ട്രഗിൾ ഉണ്ടായിരുന്നു, ഇൻഡിപെൻഡൻസ് സ്ട്രഗിളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അതൊന്നും വലിയൊരു അറ്റൻഷൻ റൈറ്റേഴ്സിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ടില്ല. സ്കോളേഴ്സ് ഇതിൽ മെയിനായിട്ട് ഡീൽ ചെയ്തിട്ടുള്ള ഫീൽഡ് എന്ന് പറയുമ്പം ഹിസ്റ്ററി, എക്കണോമിക്സ്, റിലീജിയസ് ആൻഡ് ഫിലോസഫി തന്നെയായിരുന്നു. അതായത് മോസ്റ്റ് ഓഫ് ദി റൈറ്റേഴ്സ് ഇൻ ദ ഫീൽഡ് യൂസ് ചെയ്തത് ഇന്ത്യൻ ഫിലോസഫി, റിലീജിയസ് ഒക്കെ തന്നെയായിരുന്നു. ആൻഡ് S. രാധാകൃഷ്ണ എഴുതിയ നോവലാണ് ഇന്ത്യൻ ഫിലോസഫി, ദ ഹിന്ദു വ്യൂ ഓഫ് ലൈഫ് ഒക്കെ ശ്രീ രാധാകൃഷ്ണൻ്റെ വർക്ക്സ് ആയിരുന്നു. വി നോ ദാറ്റ് ശ്രീ രാധാകൃഷ്ണ വാസ് ഫിലോസഫി പഠിപ്പിച്ച ഒരാളാണ്. ലീഡിങ് യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യൻ ആൻഡ് അബ്രോഡിൽ ഫിലോസഫി പഠിപ്പിച്ച ഒരാൾ തന്നെയായിരുന്നു ശ്രീ രാധാകൃഷ്ണൻ.
അടുത്ത് വരുന്ന ഓതർ പറയുന്നത് ഖുഷ്വന്ത് സിംഗ് ആണ്. ഹി വാസ് നോൺ ഫോർ ഹിസ് നോവലിസ്റ്റ് ആണ്, ഒരു ജേർണലിസ്റ്റ് ആണ്. ആൻഡ് എഴുതിയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുമ്പോൾ ദ ഹിസ്റ്ററി ഓഫ് സിക്സ് ആണ്. അതിന് അടുത്ത് വരുന്നത് കൃഷ്ണ റയാൻസ് സത്യ ആണ്, തിയറി. പിന്നെ അതേപോലെ അടുത്ത് വരുന്ന ആളാണ് മീനാക്ഷി മുഖർജി, ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ക്രിട്ടിക്. അവരെഴുതിയിട്ടുള്ളതാണ് ദ ട്വൈസ് ബോൺ ഫ്രിക്ഷൻ 1971. ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ ഫ്രിക്ഷൻ ആണ്, ഇൻ റിയലിസം ആൻഡ് റിയാലിറ്റി. ആൻഡ് ഷീ സ്റ്റഡീഡ് ആൻഡ് ഗ്രോൺ ഇൻ ഇന്ത്യൻ ലാംഗ്വേജ് ആണ് അവർ പഠിച്ചതും ഇതാക്കിയതൊക്കെ. ഇതിൽ പറയുന്നുണ്ട്, അതായത് more than 30 books of non-fictional prose appear every year in the field of Indian English literature. എല്ലാ വർഷവും 30-ലധികം നോൺ ഫ്രിക്ഷണൽ പ്രോസ് ബുക്സ് ആ ഇയർ ഫീൽഡിൽ വരാറുണ്ട്, ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വരാറുണ്ട്. ഇതിൽ ഇൻക്ലൂഡ് ആവുന്ന തന്നെയാണ് ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി, ട്രാവലോഗ്സ്, ഹിസ്റ്ററിക്കൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ്, സോഷ്യൽ ക്രിറ്റിസിസം. ഇതൊക്കെ ഈ പറയുന്ന എല്ലാ ടൈപ്പ് ഓഫ് ബുക്സും ആര് എഴുതിയിട്ടുണ്ട്? നീരജ് സി ചൗധരി എഴുതിയിട്ടുണ്ട്. അതിലറിയപ്പെട്ടതാണ് ആൻ ഓട്ടോബയോഗ്രഫി ഓഫ് അൺനോൺ ഇന്ത്യൻ. പിന്നെ അതൊരു മോസ്റ്റ് ഫേമസ് ആയ ഒരു വർക്കാണ്. പിന്നെ ദി ഹാൻഡ്സ്, ഗ്രേറ്റ് അനാർച്ച്. ഹിസ് സെക്കൻഡ് ബുക്ക് വാസ് പാസേജ് ഓഫ് ഇംഗ്ലണ്ട്, അതൊരു ട്രാവലോഗാണ്. അപ്പം അങ്ങനെ കുറേ ബുക്സ് നീരജ് സി ചൗധരി റിട്ടൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇവരെ ഒരു റൈറ്റിംഗ് ഫീച്ചർ പറയുന്നുണ്ട്, അതായത് ഹിസ് ലോങ് കോംപ്ലക്സ് സെൻറ്റൻസസ് ഫുൾ ഓഫ് ലേൺഡ് അല്യൂഷൻസ് ആൻഡ് ഡിഫിക്കൽട്ട് വേർഡ്സ് ആർ നോട്ട് വെരി റീഡബിൾ. അതായത് ഭയങ്കര ലോങ്ങും കോംപ്ലക്സ് ആയിട്ടുള്ള സെൻറ്റൻസും, അതായത് വായിൽ കൊള്ളാത്ത ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ്സൊക്കെ ആയിരുന്നു നീരജ് സി ചൗധരീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ. പക്ഷേ ഇവരുടെ ക്രിറ്റിസിസമൊക്കെ, ഇന്ത്യൻ സൊസൈറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള ക്രിറ്റിസിസമൊക്കെ വളരെ സത്യവുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ബുക്സൊന്നും ഒരു സീരിയസ് ആയിട്ടുള്ള ഇന്ത്യൻ ലിറ്ററേച്ചറും കൾച്ചറും വായിക്കുന്ന ഒരു സ്റ്റുഡൻസിന് അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പറ്റിയൊരു വർക്ക് അല്ലായിരുന്നു നീരജ് സി ചൗധരീൻ്റെ വർക്ക്സ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ അടുത്ത് വരുന്ന റൈറ്ററാണ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എറയിൽ വരുന്ന ചൗധരി കഴിഞ്ഞിട്ട് വരുന്ന ഒരാളാണ് വെയ്ത് മാത, ഓതർ ഓഫ് 18 ബുക്സ്. ഇവർ ജനിക്കുന്നത് ലാഹോറിലാണ് 1934. ഇവർ കുറച്ച് ആഫ്റ്റർ ദ ഏജ് ഓഫ് 4 ബ്ലൈൻഡ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ സ്പെഷ്യലി സ്കൂളിൽ, ബ്ലൈൻഡ് സ്കൂൾ ബോംബെയിലാണ് ഇവർ പഠിച്ചത്. വെൻ ഹി വാസ് 15 years old ഹി വെൻറ്റ് ടു അമേരിക്ക. അമേരിക്കയിൽ ബാക്കിയുള്ള പഠനത്തിന് വേണ്ടി അമേരിക്കയിലേക്ക് പോവുകയാണ്. അതേപോലെ ഇവർ BA ചെയ്തത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും അതേപോലെ MA ചെയ്തത് ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലും ആയിരുന്നു. ആൻഡ് ഇവരുടെ വർക്ക്സ് എന്ന് പറയുമ്പോൾ ഹിസ് ഫസ്റ്റ് ബുക്ക് വന്ന് ഫേസ് ടു ഫേസ് ആണ്, 1957 ഓട്ടോബയോഗ്രഫി ആയിരുന്നു. ഇവർ നോൺ ഫിക്ഷണൽ വർക്ക്സ് ആയിട്ട് പറയണമെങ്കിൽ ഒരു ട്രാവലോഗ് ഉണ്ട്, വാക്കിംഗ് ഇൻ ദ ഇന്ത്യൻ സ്ട്രീറ്റ്സ്, അതൊരു ട്രാവലോഗായിരുന്നു. പിന്നുള്ളത് ദ ഫ്ലൈ ആൻഡ് ഫ്ലൈ ബോട്ടിൽ, അതൊരു ഇൻ്റർവ്യൂ ബേസ്ഡ് ചെയ്തിട്ടുള്ളൊരു വർക്കായിരുന്നു വിത്ത് ബ്രിട്ടീഷ് ഇൻ്റലക്ച്വൽസ്. അതിനടുത്തുള്ളത് ജോൺ ഈസ് ഈസി ടു പ്ലീസ് 1971 ഇറ്റ് ഈസ് എ എസ്സേ ഓഫ് ലിറ്റററി ക്രിറ്റിസിസം ബേസ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് തന്നെയായിരുന്നു. ആൻഡ് ലാസ്റ്റ് വരുന്നത് ദ സൗണ്ട് ഷാഡോസ് ഓഫ് ദി ന്യൂ വേൾഡ്, അതൊരു ഫാമിലി ചൈൽഡ്ഹുഡൊക്കെ ബേസ്ഡ് ചെയ്തിട്ടുള്ളൊരു വർക്കായിരുന്നു. and അതേപോലെ ഇതിൽ കുറേ വർക്ക്സ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇന്ത്യൻ പ്രോസ് റൈറ്റേഴ്സ്, അതായത് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞിട്ടുള്ള പ്രോസ് റൈറ്റേഴ്സാണ്. അതേപോലെ അവരുടെ വർക്കാണെന്ന് മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലൈക്ക് ആ വർക്ക്സ് കുറേ ഉണ്ട്. അതൊക്കെ പറയുകയാണെങ്കിൽ ജസ്റ്റ് വർക്ക്സും അതിൻ്റെ നെയിംസ് മാത്രമല്ല. അപ്പോൾ അതൊക്കെ പറയുകയാണെങ്കിൽ വീഡിയോ കുറച്ചും കൂടി നല്ല ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് അതെടുത്ത് പറയാത്തത് കേട്ടോ. പിന്നെ ഇതിൽ പറയുന്നുണ്ട് ലാസ്റ്റ് 50 years ആയിട്ട് ഹാസ് സീൻ ദ പബ്ലിക്കേഷൻ ഓട്ടോബയോഗ്രഫീസും ബയോഗ്രഫീസും കുറേ പബ്ലിക്കേഷൻസ് ലാർജ് നമ്പേഴ്സിലേക്ക് ആവുന്നത് കണ്ടിട്ടുണ്ട്. അതിലൊരെണ്ണം വിച്ച് വൺ ഹാസ് ബോട്ട് സാഹിത്യ അക്കാഡമി അവാർഡ് 1976 വോൺ ചെയ്തത് എസ് ഗോപാൽ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന വർക്കാണ്. ഇറ്റ് വാസ് എൻ ഓട്ടോബയോഗ്രഫി. ആൻഡ് ഇതിൽ മെയിനായിട്ട് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ നെഹ്റുവിൻ്റെ ഫാക്ട്സും റെഫറൻസും ആണ് ഇതിൽ മെയിനായിട്ട് ഉള്ളത്. നെഹ്റുവിനെ അഡ്മയർ ചെയ്തിട്ടുള്ളതാണ്. ബട്ട് ദ പോയിൻറ്റ്, അതായത് നെഹ്റുവിൻ്റെ ഫങ്ഷൻസിൽ വരുന്ന കുറവുകളൊക്കെ ഇതിലെടുത്ത് പറഞ്ഞിട്ടുണ്ടായത്. അതായത് നെഹ്റുവിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള മത്തായിൻ്റെ ഫ്ലോട്ട്സും ഇതിന് പറയുന്നുണ്ട്. അതായത് നെഹ്റു ചെയ്ത നെഹ്റുവിന് മാത്രമല്ല, ബട്ട് ബൈസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള മത്തായി എന്ന് പറയുന്ന പേഴ്സണൽ അസിസ്റ്റൻറ്റിന് ബേസ് ചെയ്തിട്ടാണ്. ഈ പ്രോസ് കൂടുതലും അഡ്ജക്റ്റീവ്സും മെറ്റഫേഴ്സും വെച്ചിട്ടാണ് കൂടുതലും ഉള്ളത്.
നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ള ആളാണ് രാജ്മോഹൻ ഗാന്ധി. ഇവരുടെ വൺ ഓഫ് ദി ഫേമസ് വർക്കാണ് രാജാജി ലൈഫ് എന്ന് പറയുന്നത്. അതായത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്രോസ് റൈറ്റർ തന്നെയായിരുന്നു രാജ്മോഹൻ ഗാന്ധി. ഇവരെഴുതിയ ഒരു വർക്ക് തന്നെയാണ് ദ ഗുഡ് ബോട്ട്മാൻ, എ പോർട്രേറ്റ് ഓഫ് മഹാത്മാഗാന്ധി. അവരെഴുതിയിട്ടുള്ളൊരു ബയോഗ്രഫിയാണ്. രാജാജി എഴുതിയിട്ടുള്ള ഒരു ബയോഗ്രഫി ഓഫ് ഗാന്ധിജിയാണ് ദ ഗുഡ് ബോട്ട്മാൻ, എ പോർട്രേറ്റ് ഓഫ് മഹാത്മാഗാന്ധി. 1995 ആയിരുന്നു. ആൻഡ് ഓൾസോ ഹി വാസ് എ ചീഫ് എഡിറ്റർ ഓഫ് വീക്ക്ലി, മുംബൈ വീക്ക്ലിയിൽ വരുന്ന ഹിമ്മത്ത് എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ എഡിറ്ററായിരുന്നു ഫ്രം 1964 to 1981. പിന്നെ മദ്രാസിലേക്ക് മൂവ് ചെയ്യാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എഡിറ്ററായിട്ട്, ദ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്ററായിട്ട് മദ്രാസിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. അതേപോലെ രാജാജി എന്ന് പറയുമ്പോൾ കുറേ നോൺ ഫിക്ഷണൽ ആയിട്ടുള്ള പ്രോസ് കുറേ എഴുതിയിട്ടുള്ള ആളാണ്. കൂടുതലും രാജ്മോഹൻ ഗാന്ധിൻ്റെ വർക്ക്സ് വരുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ആണ്. അതായത് ക്ലിയർ ആയിട്ടും റീഡബിൾ മാനറിലും വരുന്ന ഒരു വർക്ക്സ് തന്നെ ആയിരുന്നു. കൂടുതലും രണ്ട് സൈഡും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഉള്ള അറ്റംപ്റ്റ്സ് രാജ്മോഹൻ ഗാന്ധി വർക്ക്സിൽ ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത് വരുന്നത് ലീഡിങ് ആയിട്ടുള്ള നോവലിസ്റ്റ് ഹാവ് റിട്ടൺ ട്രാവലോഗ്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ട്രാവലോഗ് RK നാരായണൻ, ദ എംപറൽ റൂട്ട്, അതായത് ഓവറോൾ കൽക്കത്തേൻ്റെ ഉള്ളൊരു ട്രാവലോഗായിരുന്നു. പിന്നെ സൽമാൻ റുഷ്ദീൻ്റെ ദ ജാഗ്വാർ സ്മൈലായിരുന്നു, അതായത് നിക്കാഗോഡ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്കുള്ള യാത്രയെ കുറിച്ചിട്ടുള്ള ഒരു ഇതായിരുന്നു സൽമാൻ റുഷ്ദീൻ്റെ. അങ്ങനെ കുറേ ട്രാവലോഗ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രാവലോഗ്സ് 6th ബ്ലോക്കിൽ ഡീൽ ചെയ്യാനുണ്ട് കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫോംസ് ആൻഡ് വെറൈറ്റീസ് ഓഫ് പ്രോസ് ആണ്. ഇതിൽ പറയുന്നുണ്ട് ഫ്രഞ്ച് പോയറ്റായിട്ടുള്ള പോൾ വിൽവറി കമ്പയർ ചെയ്യുന്നുണ്ട്. പ്രോസിനെയും വേഴ്സിനെയും കമ്പയർ ചെയ്യുന്നുണ്ട്. പ്രോസിനെ കമ്പയർ ചെയ്യുന്നത് ടു വാക്കിംഗ് ആണ്, വേഴ്സിനെ ഡാൻസിങ് എന്നും. അതായത് വേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സ്റ്റൈലിഷ്ഡ് ഫോമാണ്. അതേപോലെ പ്രോസ് എന്ന് പറയുമ്പോൾ ഒരു ഫങ്ഷണൽ ഫോമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ആൻഡ് യൂസ്ഡ് ഫോർ ലിറ്റററി പേർപ്പസ് ഓൾസോ. അതായത് ഇതിൽ പറയുമ്പം ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കമ്പയർ ചെയ്യുന്നതുകൊണ്ട് പ്രോസ് ഒരിക്കലും ഒരു ലോയർ ഫോം അല്ല. പ്രോസ് ക്യാൻ ബി എംപ്ലോയ് ഓൾ ദ റെട്രിക്കൽ ഫോംസ്, അതായത് സ്മൈലി, മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റേറ്റ്മെൻറ്റ്, ഐറണി, ഇതൊക്കെ പ്രോസിൽ വരുന്ന കാര്യങ്ങളാണ്. വേഴ്സസ് ദാറ്റ് വേഴ്സ് യൂസ് പ്രോസ് ടു, അതായത് വേഴ്സ് എന്ത് ചെയ്യുന്നു, പ്രോസിനെയും യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഫോമിലാണ് ഫ്രഞ്ച് പോയറ്റ് പോൾ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ പ്രോസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. പ്രോസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്ക് അറിഞ്ഞൊരു കാര്യമാണ്. ഫ്രിക്ഷണൽ പ്രോസ് ഉണ്ട്, നോൺ ഫ്രിക്ഷണൽ പ്രോസ് ഉണ്ട്. ഫ്രിക്ഷണലിൽ വരുന്നതാണ് ഷോർട്ട് സ്റ്റോറി, നോവൽസ് ഒക്കെ. നോൺ ഫ്രിക്ഷൻ പ്രോസിൽ വരുന്നതാണ് എസ്സേ, ഓട്ടോബയോഗ്രഫി, ബയോഗ്രഫി, ട്രാവലോഗ്സ് എന്നുള്ളതൊക്കെ. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള എസ്സേ ആണ്. എസ്സേ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് മീനിങ് അറ്റംപ്റ്റ്. എസ്സേ എന്ന് പറയുന്നൊരു പ്രോസ് കമ്പാരിറ്റീവ് ലെങ്ത് ഡിവോട്ട് ചെയ്തൊരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നതാണ്. എസ്സേ 2 ടൈപ്പ് ഉണ്ട്, ഫോർമൽ എസ്സേ ആൻഡ് പേഴ്സണൽ എസ്സേ. ഫോർമൽ എസ്സേ എന്ന് പറയുമ്പോൾ ഇത് എഴുതിയിട്ടുള്ള സ്കോളേഴ്സ് എഴുതുന്നതാണ്. അതായത് എനി ഫീൽഡിലുള്ള ഒരു സോർട്ടഡ് പേർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്, ഒരു ഐഡിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഓൾസോ റെഫേർഡ് ആസ് ആർട്ടിക്കിളായിട്ടും എസ്സേസ് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. ഒരു ഫോർമൽ എസ്സേ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ടോപ്പിക് കൺസിഡർ ഇൻ ഒബ്ജക്റ്റീവ് ഇംപേഴ്സണൽ മാനർ, അതായത് മെയിനായിട്ട് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ളതായിരിക്കും ഫോർമൽ എസ്സേ എന്ന് പറയുമ്പോൾ പറയുന്നത്. ഒരു നോളേജ് തരാൻ വേണ്ടിയിട്ടാണ് ഫോർമൽ എസ്സേസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ പേഴ്സണൽ എസ്സേസ് എന്ന് പറയുമ്പം ഇത് എഴുതുന്ന സ്റ്റൈലൊന്ന് ലൈറ്റ് സ്റ്റൈലാണ്. അതായത് എൻ്റർടൈൻമെൻറ്റ് പേർപ്പസ്, റീഡേഴ്സിന് ഒരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ടാണ് പേഴ്സണൽ എസ്സേസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് നോൺ ഫിക്ഷണൽ പ്രോസ് ആണ് ബയോഗ്രഫി. ബയോഗ്രഫി എന്ന് പറയുമ്പം ഒരാളുടെ ലൈഫ്, അതായത് ഫ്രം ബർത്ത് ടു ഡെത്ത് ആൻഡ് ഈവൻ റെപ്യൂട്ടേഷൻ ആഫ്റ്റർ ഡെത്ത്, വേറൊരാൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ജീവചരിത്രം വേറൊരാൾ എഴുതുന്നതിനെയാണ് നമ്മൾ ബയോഗ്രഫി എന്ന് വിശേഷിപ്പിക്കുന്നത്. വേറാസ് ഈ നമ്മൾ സ്വന്തം, ഇപ്പം എൻ്റെ ലൈഫ് സ്റ്റൈൽ ഞാൻ തന്നെ എഴുതുമ്പോഴാണ് അത് ഓട്ടോബയോഗ്രഫി ആവുന്നത്. അവിടെ ദ ഓഥർ ഇസ് ഹീസ് ഓൺ ബയോഗ്രഫർ. ഇത് കൂടുതലും സബ്ജക്റ്റീവായിട്ടായിരിക്കും ഓട്ടോബയോഗ്രഫീസ് വരും.
ഈവൻ ദോ ഓട്ടോബയോഗ്രഫി നമ്മൾ സ്വന്തം എഴുതുന്നതാണെങ്കിലും അത് കംപ്ലീറ്റ്ലി ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അതൊരിക്കലും കംപ്ലീറ്റ് ആവില്ല. ബിക്കോസ് വൺസ് നമ്മൾ മരിച്ചാൽ അതിനുശേഷം അത് കംപ്ലീറ്റ് ചെയ്യാൻ ഓട്ടോബയോഗ്രഫിക്ക് കഴിയില്ല. കാരണം അത് എഴുതുന്നത് നമ്മൾ തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം ബയോഗ്രഫി എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരാൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ പറയുന്നുണ്ട്. ഈവൻ ആഫ്റ്റർ ഡെത്ത് എന്തൊക്കെയാണ് അയാൾക്ക് വന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കവിടെ വിശേഷിപ്പിക്കാൻ പറ്റും. അപ്പം ഓട്ടോബയോഗ്രഫി ഈസ് ഓൾവേസ് ഇൻകംപ്ലീറ്റ്. ആൻഡ് അതേപോലെ ഒരു സെലക്റ്റീവ് മാറ്റേഴ്സ് ആയിരിക്കും കൂടുതലും നമ്മൾ ഓട്ടോബയോഗ്രഫിയിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ നോക്കുക. അതിന് അടുത്ത് വരുന്ന ഒരു കാറ്റഗറിയാണ് ട്രാവലോഗ്. ട്രാവലോഗ് എന്ന് പറയുമ്പോൾ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ അക്കൗണ്ടാണ്. നമ്മൾ സ്വന്തം എഴുതുന്നതാണ്. മെയിനായിട്ട് ഇതിൽ ഒരു ഇമോഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബട്ട് നമ്മൾ കൂടുതലും ഇത് എഴുതുന്നത് ഒരു റൈറ്ററിൻ്റെ ട്രാവലാണ്. അവർ ട്രാവലിൻ്റെ ഇടയിൽ എന്തൊക്കെ ചെയ്തു, ആരൊക്കെ മീറ്റ് ചെയ്തു, എന്തായിരുന്നു അവിടുത്തെ നേച്ചർ എക്സ്പീരിയൻസ്, ഫുൾ ട്രാവൽ ബേസ്ഡ് ചെയ്തിട്ട് മാത്രമായിരിക്കും ട്രാവലോഗ് ഉണ്ടാവുക. ഇപ്പം നമ്മൾ കണ്ടതൊക്കെയാണ് ഫോംസ് ഓഫ് പ്രോസ് എന്ന് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് വെറൈറ്റീസ് ഓഫ് പ്രോസ് ആണ്. വെറൈറ്റീസ് ഓഫ് പ്രോസ് എന്ന് പറയുമ്പോൾ നമുക്ക് 3 വെറൈറ്റീസ് ഓഫ് പ്രോസ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിസ്ക്രിപ്റ്റീവ് പ്രോസ്. അതായത് ഡിസ്ക്രിപ്റ്റീവ് പ്രോസ് എന്ന് പറയുമ്പോൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു പേഴ്സൺ, ഒരു തിങ് അല്ലെങ്കിൽ ഒരു പ്ലേസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതൊരു നല്ല ഡിസ്ക്രിപ്ഷൻ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു ഈവൻറ്റിനെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നല്ലപോലെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഒരാൾ ഒരു കഥ നമുക്ക് പറഞ്ഞു തരുവാണ്, അത് ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞു തരുമ്പോൾ നമുക്ക് സെൽഫായിട്ട് നമ്മളത് കണ്ടൊരു ഫീല് നമുക്ക് കിട്ടാറുണ്ട്. സം ഡിസ്ക്രിപ്ഷൻ ക്യാൻ ബി ഇംപ്രസ്നേറ്റീവ് ദാറ്റ് ദി പ്രസൻറ്റ് ഫ്രം ദ പർട്ടിക്കുലർ, അത് ഭയങ്കര ഒരു പേഴ്സണൽ പോയിൻ്റ് ഓഫ് വ്യൂ ആയിട്ട് നമുക്കത് എടുക്കാൻ പറ്റും. അത് നമ്മൾ തന്നെ അത് കണ്ട് മനസ്സിലാക്കിയൊരു ഫീല് ഡിസ്ക്രിപ്റ്റീവ് പ്രോസിന് തരാൻ സാധിക്കുന്നതാണ്. ആൻഡ് സെക്കൻഡ് വെറൈറ്റി ആയിട്ട് വരുന്നതാണ് നറേറ്റീവ് പ്രോസ്. നറേറ്റീവ് പ്രോസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം നറേറ്റ് ചെയ്യുകയാണ്. അതായത് ആ സമയത്ത് ഒരു ഡീൽസ് വിത്ത് വാട്ട് ഹാപ്പൻസ് ഓവർ ദ കോഴ്സ് ഓഫ് ടൈം. അതായത് ഒരു ടൈമല്ല എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു നറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഒരു അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണ് എന്നുള്ള ഡീലാണ്. നറേറ്റീവ് ഫാസ്റ്റോ സ്ലോ എന്ത് വേണമെങ്കിലും അയക്കാം, എക്സൈറ്റിങ്, കളർഫുൾ, എന്തോ നമ്മൾ പറയുന്ന രീതിയിലാണ് ഒരാളത് എടുക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് എടുത്തു തരാണ്. സോ ഞാനിത് നറേറ്റ് ചെയ്ത് നിങ്ങൾക്കിത് എന്താണോ ആ ടൈം പീരീഡിൽ എന്താണ് ഉണ്ടായെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്. അപ്പം ഇത് നിങ്ങളുടെ മൈൻഡിൽ എങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുള്ളത് വെച്ചിട്ടാണ് എൻ്റെ നറേറ്റീവ് ലെവൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയണമെങ്കിൽ ഈ ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി, ട്രാവലോഗ്സ് ഒക്കെ ഒരു നറേറ്റീവ് സ്റ്റൈലായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഫാക്ച്വൽ നറേറ്റീവ്സ് ആയിട്ടാണ്, അതായത് നടന്ന കാര്യങ്ങൾ നറേറ്റ് ചെയ്ത് തരുന്നതാണ് ഈ പറഞ്ഞ ഓട്ടോബയോഗ്രഫി, ബയോഗ്രഫി, ട്രാവലോഗ്സ് ഒക്കെ ഡീൽ ചെയ്യുന്നത്. ഇനി അടുത്ത് വരുന്നതാണ് എക്സ്പോസിറ്ററി പ്രോസ്. ഇത് മെയിനായിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിഫൈൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ്. സബ്ജക്റ്റ് ഡിഫൈൻ ഓർ എക്സ്പ്ലെയിൻ ആണ് എക്സ്പോസിറ്ററി പ്രോസ് ചെയ്യുന്നത്. അത് മെയിനായിട്ട് സയൻസ്, ടെക്നോളജി, ഫിലോസഫി, റിലീജിയൻ, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ് ഒക്കെ ഈ കാറ്റഗറീൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഈ പ്രോസിൽ മെയിനായിട്ട് റൈറ്റേഴ്സിൻ്റെ എയിം കൂടുതലും വരുന്നത് ഒരു കാര്യം ഡിസ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ നറേറ്റ് ചെയ്യുന്ന, ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യുന്ന പോലെ നറേറ്റ് ചെയ്യാനല്ല ഇവൻ്റെ മെയിനായിട്ട് എയിം വരിക. പക്ഷേ ഫാക്ട്സും ഐഡിയാസും പ്രസൻറ്റ് ചെയ്യാനാണ് ഈ പ്രോസിൽ മെയിനായിട്ട് അവർ ഡീൽ ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ ഇതിന് മെയിനായിട്ട് പറയാനുള്ളത്. ഇതാണ് 3 വെറൈറ്റീസ് ഓഫ് പ്രോസ്, ലൈക്ക് ഡിസ്ക്രിപ്റ്റീവ്, നറേറ്റീവ്, എക്സ്പ്ലോറട്ടറി. ഇതൊക്കെയാണ് വെറൈറ്റീസ്. ആൻഡ് അതേപോലെ ഫോംസ് ആണ് നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്ത എസ്സേസ്, ബയോഗ്രഫീസ്, ഓട്ടോബയോഗ്രഫീസ്, ട്രാവലോഗ്സ്, ഇതൊക്കെയാണ് ഫോംസിൽ വരുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ട് വരുന്ന ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള നോൺ ഫ്രിക്ഷണൽ പ്രോസ്. ഇത്രയേ ഉള്ളൂ. നമ്മളിതിൽ ഡീൽ ചെയ്തിട്ടുള്ളത് എന്തൊക്കെയാണോ, ഇന്ത്യൻ പ്രോസ് റൈറ്റേഴ്സ് ആരൊക്കെയാണോ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പ്രോസ് ആൻഡ് അതേപോലെ ഫോംസ് ആൻഡ് വെറൈറ്റീസ് ഓഫ് പ്രോസ് ആണ് നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ളത്. ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം. ആൻഡ് എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക. വർക്ക്സ് ഒക്കെ ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഞാനതിൽ മെയിനായിട്ട് വരുന്ന പോയിൻറ്റ്സ് മാത്രമേ എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. കംപ്ലീറ്റ്ലി വായിച്ച് നോട്ട്സാക്കി തന്നതല്ല. സോ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. ആൻഡ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു, ബൈ, ടേക്ക് കെയർ.